നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വാട്സാപ്പ് ചാനലിൽ ഇതുവരെ ലോങ് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഷോർട്സുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ തുടങ്ങും, എങ്ങനെ ചെയ്യും എന്നറിയാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് കേട്ടോ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇന്ന് ഞങ്ങൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഇരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. വീടിനടുത്ത് തന്നെയുള്ള കള്ളപ്പാടി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഞാനും കുട്ടികളും കൂടെയാണ് പോകുന്നത്. 2 വീലറിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ മക്കളോട് അമ്പലത്തിൽ പോവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ അമ്മയെന്ന് പറഞ്ഞിട്ട് അവർ റെഡിയായി. പക്ഷേ മോൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. രാവിലെ കുളിക്കാനുള്ള കള്ളത്തരം കൊണ്ടാണ് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അവനെ എങ്ങനെ ഒറ്റയ്ക്കാക്കി പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മോള് പറഞ്ഞു അച്ഛനെ വിളിച്ച് നോക്കിയമ്മേ, അച്ഛൻ വരാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ അടുത്താക്കി പോവാലോ എന്ന് വിചാരിച്ചു. ഏട്ടനെ വിളിച്ച് നോക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ ഞാൻ വരും, എന്നിട്ട് പോയാൽ മതിയെന്ന്. ഓക്കെ എന്നും പറഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് അച്ഛനെയും കാത്തിരിപ്പായി. ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ പോവാനിറങ്ങി. പക്ഷേ നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ടായിരുന്നു. 2 വീലറിലായതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സമയം കുറച്ച് വൈകിയിരുന്നു. നട അടയ്ക്കുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മഴ പെയ്താലും നമ്മുടെ കയ്യിൽ കോട്ടില്ലേ, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് കുട്ടികളുടെ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്കും ഉത്സാഹമായി. ഞങ്ങൾ വേഗം തന്നെ വണ്ടി എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോയി കേട്ടോ. 10 മിനിറ്റ് ദൂരമുള്ളൂ വെച്ചാലും ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് ദൂരമുള്ള പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. എന്തായാലും ഒരു 9:20 ആകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. ഇവിടെ ശിവനും വിഷ്ണുവാണ് കേട്ടോ പ്രതിഷ്ഠയായിട്ടുള്ളത്. രണ്ടും 2 ഭാഗത്താണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തിരക്ക് കുറച്ച് കുറവായിരുന്നു. കാരണം സമയം നട അടയ്ക്കാറായി. അപ്പോൾ ആളുകളെല്ലാം തൊഴുതു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വഴിപാട് കഴിച്ച് ശിവനെയും വിഷ്ണുവിനെയൊക്കെ തൊഴുത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ ചോദിച്ചു, ഇവിടെ ഔഷധക്കഞ്ഞി കൊടുക്കുന്നുണ്ട് മോളെ, കഴിച്ചായിരുന്നോ എന്ന്. സത്യം പറഞ്ഞാൽ അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയാമെങ്കിലും സമയം എത്രയായതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ എന്നാൽ പോയി കുടിച്ച് കളയാമെന്നും പറഞ്ഞാൽ ഞാനും മക്കളും കൂടെ അവിടെ കയറി കേട്ടോ. ചെന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പോയി കഞ്ഞി വാങ്ങി കഴിച്ചു കേട്ടോ. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കഞ്ഞിയൊന്നും കുട്ടികൾ കുടിക്കാത്തതാണ്. പക്ഷേ അവിടുത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികൾ വയറ് നിറയെ കഞ്ഞി കുടിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഏത് തരം ഭക്ഷണം കഴിച്ചാലും നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാണല്ലേ. അത് കഞ്ഞിയായാലും ഭക്ഷണമായാലും ഇനിയിപ്പോൾ ഒരു ഉപ്പുമാവാണെങ്കിൽ പോലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഭഗവാനെ കണ്ട സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നട അടയ്ക്കുമോ എന്നുള്ള ടെൻഷനിലിരുന്ന് ഞങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദം കൂടെ കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഇരുന്നാൽ മഴ നമ്മളെ ചതിച്ചാലോ, ഇത്ര നേരം നമ്മളെ സഹായിച്ച് നിന്ന മഴ ഇനി നമ്മളെ പറ്റിക്കുമോ എന്നുള്ള പേടിയുണ്ട് ഞാനും മക്കളും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അമർത്തണേ. താങ്ക്